നമ്മളിപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ തമ്പാനൂർ ഓവർബ്രിഡ്ജ് കഴിഞ്ഞ് ആയുർവേദ കോളേജ് ജംഗ്ഷനും കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ രാഷ്ട്രീയ തുടിപ്പുകൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. നമുക്ക് LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനെ കാണാം. അദ്ദേഹം സ്ഥിരമായി ചായ കുടിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ പോവുകയാണ്. നമ്മളവിടെ പ്രസ് ക്ലബിൻ്റെ അടുത്തുള്ള ഒരു ചായക്കടയിലാണ് സ്ഥിരമായിട്ട് പന്ന്യൻ രവീന്ദ്രൻ വന്ന് ചായ കുടിക്കുന്നതും അവിടുന്ന് അരകുറ്റി പുട്ടൊക്കെ കഴിച്ചാണ് രാവിലെ അദ്ദേഹത്തിൻ്റെ പ്രചരണം ആരംഭിക്കുന്നത്. വളരെ ലളിതമായൊരു തുടക്കമാണ് പന്ന്യൻ രവീന്ദ്രൻ്റേത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാം. നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് പാളയത്താണ്. നമസ്കാരം ചേട്ടാ, മോർണിംഗ്. എന്താണ് കച്ചവടം? പച്ചക്കറിയാണോ? ആണോ? എങ്ങനെ പോകുന്നു കച്ചവടമൊക്കെ? ആണല്ലേ. എവിടെയാ കച്ചവടം ചെയ്യാ? ശംഖുമുഖത്താണ്. എങ്ങനെ തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ? കുറവാണ്. ആണോ? ആർക്കാ സാധ്യത? ഈ ട്രെൻഡ് ഉണ്ടോ ഇവിടെ? ഇവിടെ ഉറപ്പായിട്ട് ട്രെൻഡ്. ആരാണ്? പന്ന്യൻ രവീന്ദ്രന്റെ ട്രെൻഡ് ഉണ്ട് അല്ലേ? അപ്പൊ തെരൂരുണ്ടെന്ന് പറയുന്നു, പന്ന്യനും ഉണ്ട്. അപ്പൊ മത്സരം യഥാർത്ഥത്തിൽ LDF-ഉം UDF-ഉം തമ്മിലാണോ അതോ LDF-ഉം BJP-യും തമ്മിലാണോ? ഇല്ല, BJP അല്ല, UDF തമ്മിലാണ്. ആണല്ലേ? ശക്തമായ മത്സരമാണ് അല്ലേ? അവിടെ ശംഖുമുഖം തീരപ്രദേശത്തൊക്കെ നല്ല ഒഴുക്കുണ്ട്. അത് LDF-ലായിരിക്കുമോ? ഉറപ്പായിട്ട് അവർ LDF. സഭയിലെ മത്സ്യത്തൊഴിലാളികൾ 15 കൊല്ലമായിട്ട് അവിടെ പ്രവർത്തിച്ചിട്ട് ഒന്നും ചെയ്തില്ലെന്ന് ചൊല്ലി ആ ജനങ്ങളുടെ മനസ്സിലുണ്ട്, ഭയങ്കര മനസ്സുണ്ട്. തീരദേശം ഈ പ്രാവശ്യം ശശിധരന് മാറ്റി വന്യന് വോട്ട് കൊടുക്കുന്നു. സഭയിലെ നിലപാട് എന്തായിരിക്കും? സഭയുടെ നിലപാട് അതന്നെ. ശശിധരന് വന്യന് കൊടുക്കാം. കഴിഞ്ഞ തവണ ശശി തരൂരിന് പോയ തീരദേശത്തെ വോട്ടുകൾ പന്ന്യൻ രവീന്ദ്രന് പോയേക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഹാവ് എ ഗുഡ് ഡേ. അപ്പോൾ സുഖമാവട്ടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തീരപ്രദേശത്തെ വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ തവണ O രാജഗോപാലിൻ്റെ സമയത്തും ശശി തരൂരിനെ ഏറ്റവും കൂടുതൽ പിന്തുണച്ചത് ഈ ലത്തീൻ അതിരൂപതയുമായി ബന്ധപ്പെട്ട സഭാവിശ്വാസികളുടെ വോട്ടാണ്. ഇക്കുറി ഇത് പന്ന്യൻ രവീന്ദ്രനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ശംഖുമുഖത്തു നിന്നുള്ള ഒരു വോട്ടർ പറയുന്നത്. പക്ഷേ അടിയൊഴുക്കുകൾ വളരെ വ്യക്തമാണ്. പക്ഷേ അവർ ഇന്നലെ വ്യക്തമാക്കി തങ്ങളുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്ത കേന്ദ്ര സർക്കാരിനെതിരെ അതൃപ്തി ലത്തീൻ രൂപത ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ ഒരുപക്ഷെ അത് വോട്ടായിട്ട് മാറിയാൽ അത് ആർക്കനുകൂലമായി തീരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ലത്തീൻ്റെ വോട്ടുകൾ ആർക്കനുകൂലമാവുന്നു, അത് തീരദേശത്തെ വലിയ വോട്ടിനുള്ള സാധ്യതയുണ്ട്. നമസ്കാരം ചേട്ടാ, എങ്ങോട്ട് പോകണോ? സെക്യൂരിറ്റി ആണോ? കഴിഞ്ഞോ? ഇനിയിപ്പോൾ അടുത്ത ആളെത്തിയോ? രണ്ട് ഷിഫ്റ്റോ? ആണോ? എവിടെ വീട്? എവിടെയാ? കാട്ടാക്കട. അപ്പൊ ഇനിയിപ്പം രാത്രി വരെ നിൽക്കേണ്ടി വരും. ആണോ? ചൂട് എങ്ങനെയുണ്ട്? നല്ല ചൂടാ. പക്ഷെ ഇടയ്ക്ക് മഴ പെയ്ത ആശ്വാസമായി. ചൂടിന് ഒരു ആശ്വാസമായിട്ട്. മണ്ഡലത്തിൽ ആരാണ് രാഷ്ട്രീയ ആശ്വാസം? LDF-ഓ UDF-ഓ BJP-യോ? എന്താ സാധ്യത? മൂന്നുപേരും ഒരേപോലെ ഒട്ടയ്ക്ക് നിൽക്കുക. ഇതിൽ ആരാണെന്ന് പറയാൻ കഴിയില്ല. ഓക്കെ, അതാണ് നമ്മൾ പാളയത്തുള്ള നമ്മുടെ ചേട്ടന്റെ പേരെന്താ? വിജയകുമാർ. ചേട്ടാ നമസ്കാരം. അമ്മ നമസ്കാരം. അമ്മ എന്ത് ചെയ്യണോ? ഇവിടെ ക്ലീനിങ്ങാ? ഇവിടെ ഈ കടയിലോ? വീടുകൾ ക്ലീൻ അവിടെ അല്ലേ? ഓ അത് ശരി. എന്താ അമ്മയുടെ പേര്? എവിടെയാ വീട്? പ്രാവച്ചമ്പല. അപ്പൊ രാവിലെ അവിടുന്ന് വരും ഇവിടെ ക്ലീൻ ചെയ്യാൻ. അത് ക്ലീൻ ചെയ്തിട്ട് തിരിച്ചു പോകും. വൈകുന്നേരം പോകുള്ളൂ. ഓഫീസിനകത്ത് തന്നെയാണ്. സുഖമാണോ ജോലിയൊക്കെ? സുഖമാണ് ജോലി. മണ്ഡലത്തിലെ രാഷ്ട്രീയമൊക്കെ എന്താ? ആര് ജയിച്ചു പോകാനാണ് സാധ്യത? മൂന്നുപേരും നല്ല ശക്തമായ മത്സരമാണ്. എന്നാലും ആര് ജയിക്കും? ശശി തരൂർ വീണ്ടും പോവോ? അങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലേ? പ്രാവച്ചമ്പലമൊക്കെ നിയമമല്ലേ? പ്രാവച്ചമ്പലം വരുന്നത് അല്ലേ? ശിവൻകുട്ടിയുടെ മണ്ഡലം. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. അപ്പോൾ അമ്മ പറഞ്ഞതനുസരിച്ച് പ്രാവച്ചമ്പലത്തും ശശി തരൂരാണെന്ന് തോന്നുന്നു. ചില സൂചനകളുണ്ട്. നേമം എന്ന് പറയുന്ന പ്രദേശത്ത് BJPക്ക് വളരെയധികം അവർ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു പ്രദേശമാണ് നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം. ഈ 3 മണ്ഡലങ്ങളാണ് BJP ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് തിരുവനന്തപുരത്ത്. അതിൽ പ്രാവച്ചമ്പലത്തു നിന്നുള്ള ഒരു വോട്ടറുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സാർ. രാവിലെ എവിടെയോ ഒരു ദീർഘയാത്രയ്ക്കുള്ള തുടക്കമാണ്. ഓഫീസിലോട്ട് പോകാൻ. ആണോ? എവിടെയാ? അഡ്വക്കേറ്റ് ആണ്, വഞ്ചിയൂര്. ഓക്കെ, എങ്ങനെയുണ്ട്? കേസൊക്കെ ഉണ്ടോ? സിവിലാണോ ക്രിമിനലാണോ? ഞാൻ രണ്ടും ചെയ്യുന്നുണ്ട്. ഓഫീസുണ്ടോ സ്വന്തമായിട്ട്? ഓഫീസ്. സ്റ്റാഫ് ഉണ്ടോ വേറെ കൂടെ? 3 പേരുണ്ട് കൂടെ. എന്താ പേരങ്ങയുടെ? ഇടിക്കുള മത്തായി. അഡ്വക്കേറ്റ് ഇടിക്കുള മത്തായി. ഓക്കെ, അപ്പൊ അഡ്വക്കേറ്റ് ഇടിക്കുള മത്തായി, തിരുവനന്തപുരം മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചിത്രം എന്താ? ശശി തരൂരിന് അനുകൂലമാണ്. തരൂരിന് അനുകൂലമാണോ ഇക്കുറി? തീർച്ചയായും. ഈ രാജീവ് ചന്ദ്രശേഖർ വന്ന് വലിയൊരു പ്രചരണവും ഓളവും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മറുഭാഗത്ത് പന്ന്യനുമാണ്. അതുകൊണ്ട് ശശി തരൂരിനൊരു ഭീഷണി ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നു. ആണല്ലേ? ശശി തരൂരിന് ഇപ്പോഴും അനുകൂലമായ ഒരു ഘടകം എന്തായിരിക്കും? 4ാമത്തെ ഊഴം. കാര്യം 3 ഊഴമേ ചാൾസിന് പോലും തിരുവനന്തപുരം കൊടുത്തുള്ളൂ. അപ്പൊ 4ാമത്തെ ഊഴം കിട്ടിയത് ചരിത്രമാണ്. അത് വർഗീയ കക്ഷികൾ അധികാരത്തിൽ വരരുത് എന്നുള്ള ഒറ്റ കാരണത്താൽ തീർച്ചയായും ശശി തരൂരിന് തന്നെയായിരിക്കും സാധ്യത. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം ഈ തീരദേശത്തെ വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം അത് ആ വോട്ട് ഒരു വലിയ ബെൽറ്റുമാണ്. അപ്പോൾ ആ വോട്ടൊക്കെ എങ്ങോട്ട് പോകാനാണ് സാധ്യത? തീരദേശം
ശശി തരൂരിനാകാനാണ് സാധ്യത. കാരണം ഈ വിഴിഞ്ഞം സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ കാണിച്ചിട്ടുള്ളതും അതെ അവർക്കെതിരെ കേസെടുത്തതും പിൻവലിക്കാതിരിക്കുന്ന നിരവധി കേസുകൾ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ വോട്ടായി മാറും തീർച്ചയായും. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. രാവിലെ തന്നെ പോകും ഓഫീസിലേക്ക്? രാവിലെ 7 മണിക്ക്. ഓക്കെ, കക്ഷികളൊക്കെ എത്തുന്നുണ്ടാവും. ഓക്കെ, താങ്ക് യു സർ. അപ്പോൾ നമ്മുടെ അഭിഭാഷകന്റെ അഭിപ്രായം കൂടിയാണ് കേട്ടത്. വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. ദേ വെരി ഷാർപ്പ്. അവരവരുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങളിൽ വളരെ ഷാർപ്പായ മൂർച്ചയുള്ള അഭിപ്രായങ്ങളും നിലപാടുകളുമായിട്ട് നിൽക്കുന്ന മനുഷ്യരാണ് നമ്മൾ കാണുന്നത്. രാവിലെ നഗരം ഉണർന്നു വരുന്നതേ ഉള്ളൂ. ഒരു 8:30 ആകുമ്പോഴേക്കും നഗരത്തിൽ വലിയ തിരക്കായിരിക്കും. സ്കൂളിൽ വെക്കേഷൻ ആയതുകൊണ്ട് സ്കൂളിൽ പോകുന്നില്ല. നമസ്കാരം ചേട്ടാ, ആകപ്പാടെ ഒരു കാർഡുണ്ടല്ലോ കയ്യിൽ. പച്ചക്കറി കച്ചവടം എവിടെയാ? ചാല മാർക്കറ്റിലാണോ കച്ചവടം ചെയ്യുന്നത്? അവിടെ നിന്ന് ഇതേകൊണ്ട് കൊണ്ടുപോവാ? ഓർഡർ അനുസരിച്ച്. ഓ, ഡെലിവറി ആണോ? പച്ചക്കറി വീട്ടിൽ ഡെലിവറി ചെയ്യും? അല്ല, വീട്ടിലല്ല, ഇത് നമ്മള് ക്യാൻറ്റീനിൽ സപ്ലൈ ചെയ്യും. ക്യാൻറ്റീനിൽ സപ്ലൈ ചെയ്യും. അതിന് തിരിച്ച് വീണ്ടും കടയിലോട്ട് തന്നെ വരും? കടയിൽ വരും. ആണോ? എങ്ങനെയുണ്ട് പച്ചക്കറി കച്ചവടമൊക്കെ? ഉഷാറായിട്ട് പോകുന്നു. സാധനങ്ങൾക്ക് ഒരുപാട് വലിയ വിലയുണ്ടോ? വില അല്പം കൂടുതലാ. വില അല്പം കൂടുതലാ. കച്ചവടം അതുകൊണ്ട് അല്പം കുറവാണോ? കച്ചവടം അങ്ങനെ കുറവൊന്നുമില്ല. ദിവസേന നിത്യോപയോഗ സാധനങ്ങളാണല്ലോ, വിറ്റ് പോകുന്നുണ്ട്. ഓക്കെ, എങ്ങനെയാ മൊത്തത്തിലൊരു മണ്ഡലത്തിലെ രാഷ്ട്രീയ ചിത്രം? രാഷ്ട്രീയം ശശി തരൂരിനാണ്. ഒരു അനുകൂലമായ ട്രെൻഡ് ഉണ്ടെന്നാണ് അല്ലേ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ? ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. അപ്പോൾ നമ്മൾ ചാല മാർക്കറ്റിലുള്ള ഒരു പച്ചക്കറി കടയിൽ നിന്നുള്ള ഒരു ചേട്ടനെയാണ് കണ്ടത്. അപ്പോൾ നമുക്ക് വ്യത്യസ്ത പ്രതികരണങ്ങൾ നമ്മൾ കേട്ടു. നമ്മൾ അഭിഭാഷകനെ കണ്ടു, ഒരു വീട്ടമ്മയെ കണ്ടു, വീട്ടുപണി ചെയ്യുന്നൊരു വീട്ടമ്മയെ കണ്ടു, നമ്മൾ കച്ചവടക്കാരനെ കണ്ടു, ഒപ്പം തന്നെ അങ്ങനെ സെക്യൂരിറ്റി ജീവനക്കാരെ കണ്ടു. നമസ്കാരം ചേട്ടാ. നമസ്കാരം. നമസ്കാരം. എന്താ പേര്? ഹരിഹരൻ നായരെന്നാണ്. എവിടെ വീട്? എൻ്റെ വീട് ചെങ്കൽ, നെയ്യാറ്റിൻകര ചെങ്കലാണ്. നെയ്യാറ്റിൻകരയാ? അപ്പോൾ തിരുവനന്തപുരം മണ്ഡലം തന്നെയല്ലേ? അതെ, തിരുവനന്തപുരം മണ്ഡലം. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഞാൻ റിട്ടയർഡ് ആണ്. ഏത് സർവീസിൽ നിന്ന്? ഞാൻ ഡിഫൻസിലായിരുന്നു. ഓക്കെ, അപ്പോൾ തിരുവനന്തപുരം മണ്ഡലം എങ്ങനെയാ മാറുമോ ഇത്തവണ? ശശി തരൂരിന് 4-ാം ഊഴം കിട്ടുമോ? അത് നമ്മുടെ ഓരോരുത്തരായിട്ട് ഇടപെടുമ്പോൾ ഇത്തവണ ചാൻസ് കുറവെന്നാണ് പറയുന്നത്. അങ്ങനെ ആണെങ്കിൽ ആരായിരിക്കും കയറുന്നത്? പന്ന്യം കയറുമോ? രാജീവ് ചന്ദ്രശേഖർ കയറുമോ? രാജീവ് ചന്ദ്രശേഖറിന് സാധ്യത കാണുന്നുണ്ട്. അടുത്ത മത്സരമാണ്. അപ്പം നല്ല കടുത്ത മത്സരമാണ്. അത് കുമ്മനം രാജശേഖരനേക്കാൾ തിരുവനന്തപുരത്തുകാർ രാജീവ് ചന്ദ്രശേഖരെ സ്വീകരിക്കാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. ആണോ? എന്നാണ് സാർ നമ്മുടെ ജനങ്ങളിൽ നിന്ന് കേൾക്കുന്നത്. അവരെന്താ പറയുന്നത്? എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ? രാജീവ് ചന്ദ്രശേഖർജി വന്നു കഴിഞ്ഞാൽ നല്ലൊരു വികസനം ഉണ്ടാവും എന്നാണ്. കാരണം അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ ക്യാബിനറ്റ് മിനിസ്റ്ററാവും. നമ്മുടെ ട്രിവാൻഡ്രത്ത് എന്തെങ്കിലും ചെയ്യാൻ അദ്ദേഹത്തിനോട് സാധിക്കും. കാരണം കേന്ദ്രത്തിൽ മോദി വരും. അപ്പോൾ അദ്ദേഹത്തിനോട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നതാണ് ജനങ്ങളുടെ ഒരു പ്രതീക്ഷ. ഓക്കെ സർ, താങ്ക് യു സർ. അപ്പോൾ നമ്മൾ വ്യത്യസ്ത പ്രതികരണങ്ങളാണ് കേൾക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിലെ വോട്ടർമാർക്ക് വ്യത്യസ്ത രാഷ്ട്രീയ അഭിലാഷങ്ങളാണ്. ചിലർ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്നതിന്, ചിലർ ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനപക്ഷ വിരുദ്ധമായ രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുന്നു, ചില ആളുകൾ വികസനം വേണം എന്ന രീതിയിൽ സംസാരിക്കുന്നു. അപ്പോൾ പല രീതിയിലാണ്. ഒപ്പം ജനകീയനായ സ്ഥാനാർത്ഥി എന്ന ലേബലാണ് പന്നിൻ്റെ വീന്തിനുള്ളത്. വികസനത്തിൻ്റെ ഒരു മുഖമാണ് രാജീവ് ചന്ദ്രശേഖർ വയ്ക്കുന്നത്. അതേസമയം മതേതര വികസനത്തിൻ്റെ മുഖമാണ് ശശി തരൂർ വയ്ക്കുന്നത്. നമസ്കാരം ചേട്ടാ, എങ്ങോട്ടാ? ഇവിടെ വർക്ക് ചെയ്യുന്നു. എന്തായിട്ടാ? ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യണം. ഷിഫ്റ്റ് കഴിഞ്ഞോ? രാജധാനി ബിജു രമേശ്. അതെ, ബിജു രമേശ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം നമ്മളിപ്പോ ലോക്സഭാ ഇലക്ഷൻ മുൻപിൽ നിൽക്കുകയാണ്. അതെ, അങ്ങനെ വരുമ്പോൾ നമ്മൾ ജനാധിപത്യ മതേതരത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഗവൺമെന്റ്, അത് ഇന്നിപ്പോ നമ്മളിപ്പോ ഒരു 7 കൊല്ലക്കാലമായിട്ട് നമുക്ക് അതിലൊരു ചെറിയ മാറ്റം ചലനം വന്നിട്ടുണ്ട്. ജനാധിപത്യവും മതേതരത്വവും ജാതിഭേദമില്ലാതെ ജീവിക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് വരണം. അങ്ങനെയുള്ള ഗവൺമെന്റ് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ആര് പോകണം? തിരുവനന്തപുരത്ത് നിന്ന് എന്റെ കണക്കനുസരിച്ച് ബഹുമാനപ്പെട്ട CPM ഇടതുപക്ഷ സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ ജയിക്കണം എന്നുള്ള ഒരു ആഗ്രഹക്കാരനാണ് ഞാൻ. വർഗീയത കൊണ്ട് ഇവിടെ നിലനിൽക്കില്ല. വർഗീയത എല്ലാവരും ജീവിക്കണം. മുസ്ലിങ്ങളും ജീവിക്കണം, ഹിന്ദുക്കളും ജീവിക്കണം, എല്ലാവരും ജീവിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കൂ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ. താങ്ക് യു സർ, താങ്ക് യു. അപ്പോൾ നോക്കൂ, രാജീവ് ചന്ദ്രശേഖർ, ശശി തരൂർ, പന്ന്യൻ രവീന്ദ്രൻ പിന്തുണയ്ക്കുന്നവർക്ക് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുണ്ട് എന്നുള്ളതാണ് ഈ മണ്ഡലത്തിലെ ഒരു പ്രത്യേകത. ഞാൻ വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. തിരുവനന്തപുരത്തിൻ്റെ രാഷ്ട്രീയ തുടുപ്പുകളാണ്. വിവിധ മേഖലകളിൽ പണിയെടുക്കുന്നവരാണ്. അഭിഭാഷകരുണ്ട്, റിട്ടയർഡ് ആയിരിക്കുന്ന സർവീസിൽ നിന്ന് വന്നവരുണ്ട്, വീട്ടുപണി ചെയ്യുന്നവരുണ്ട്, സെക്യൂരിറ്റി പണി ചെയ്യുന്നവരുണ്ട്, ബിസിനസ് ചെയ്യുന്നവരുണ്ട്, പച്ചക്കറി കച്ചവടം ചെയ്യുന്നവരുണ്ട്. ഇവരുടെയൊക്കെ അഭിപ്രായങ്ങൾ അത് നമ്മൾ സമീകരിക്കുമ്പോൾ ഒരു പൊതുവായിട്ടുള്ള രാഷ്ട്രീയ ചിത്രം